ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. സാഹചര്യം കൂടുതൽ വഷളാകുന്ന ഒരു കാഴ്ചയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? തീർച്ചയായും ഈ ആക്രമണത്തിന്റെ സാഹചര്യം മറ്റു അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സംവിധാനങ്ങളെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് ഗൗരവമേറിയ ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇസ്രയേലിനോടൊപ്പം ചേർന്ന് ആക്രമണം നടത്തുകയാണെങ്കിൽ അമേരിക്കയുടെ സംവിധാനങ്ങളെ കൃത്യമായി ലക്ഷ്യം വെക്കും. അത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സംവിധാനങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന അതിശക്തമായ ആക്രമണത്തിന് മുൻപ് തന്നെ ഇറാൻ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ ഒരു ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ഒരു നയതന്ത്ര പിന്തുണ നേടുന്നതിനുള്ള നീക്കമായിരുന്നിരിക്കാം റഷ്യയിലുമൊക്കെ തന്നെ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലും കൃത്യമായി റഷ്യൻ പ്രസിഡന്റ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് നൽകിയ അറിയിപ്പിൽ പറയുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്നുണ്ടെങ്കിൽ കൂടി അത് സൈനിക സഹായമായിരിക്കില്ല എന്ന വിശദീകരണവും നൽകിയിരുന്നു. ആ വിശദീകരണം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഇടപെടൽ നടത്തിയത് ഇറാനാണ് എന്നൊരു സൂചനയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം നടന്നതിന് ശേഷം ഏതൊക്കെ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും തേടേണ്ടതുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിലെ സൂചനകൾ അനുസരിച്ച് ആക്രമണം നടന്നത് ഇറാന്റെ പിന്തുണയോടെയാണ് എന്ന് തെളിയിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഏതാണ്ടൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ട്. എങ്കിൽ കൂടി മറ്റു വിശദാംശങ്ങൾ, അതായത് ആക്രമണം നടത്തിയത് ആരാണ്, അതിന്റെ പിന്നിലുള്ള ഉപയോഗിച്ച ആയുധങ്ങൾ ഏതൊക്കെയാണ്, മിസൈലുകൾ തൊടുത്തു എന്ന വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആയുധങ്ങൾ ഏതൊക്കെയാണ്, അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഓരോന്നോരോന്നായി നടക്കുന്നുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് US എയർബേസിലാണ് ആക്രമണം നടന്നതെങ്കിലും US എയർബേസിന്റെ പരിസരത്തും ചില നേരിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ചില ചിത്രങ്ങളും എല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വലിയ ആക്രമണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയൊരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ഈ സ്ഫോടനം ഉണ്ടായത് തീർച്ചയായും ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഇന്നും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുകയും ചെയ്തിരുന്നു. ഈ ലക്ഷ്യം വെച്ച ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം നടത്തിയതിനൊരു തിരിച്ചടി എന്ന രീതിയിൽ തന്നെ ആയിരിക്കാം ഇസ്രായേൽ ഈ നീക്കം നടത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ആ പ്രദേശത്തെ, അതായത് ഖത്തറും അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിലുള്ള വ്യോമത്താവളങ്ങൾ കൃത്യമായി ലക്ഷ്യം വെക്കുകയാണെങ്കിൽ, അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ വൻതോതിൽ ആ മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കാനും അതിന് തൊട്ടടുത്തുള്ള ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം മറ്റൊരു റിസ്കിലേക്ക് കൊണ്ടുപോകാനും നിലവിലെ സാഹചര്യത്തിൽ അത് തടഞ്ഞു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് തടഞ്ഞു എന്ന വിവരങ്ങളും ഇന്നലെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ആ മേഖലയിൽ വീണ്ടും ഒരു സങ്കീർണാവസ്ഥ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ ചെയ്ത നടപടിയായിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. ഇറാൻ ചെയ്ത നടപടിയായിരിക്കും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും ഇനിയും കടുത്ത നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് പല ഗൾഫ് രാജ്യങ്ങളും അടിയന്തര ശ്രദ്ധയുണ്ടാകണം, അല്ലെങ്കിൽ പൗരന്മാർ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന രീതിയിലുള്ള അഡ്വൈസറുകളെല്ലാം തന്നെ നൽകുന്നത്. അതോടൊപ്പം ഇപ്പോൾ നിലവിൽ നേരത്തെ നമുക്കറിയാം US ആക്രമണം കൂടി ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നതിന് ശേഷം ഇറാൻ പ്രകോപനപരമായ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കും, അതുമാത്രമല്ല തിരിച്ച് പ്രത്യാക്രമണം അതിരൂക്ഷമായിരിക്കും എന്ന തരത്തിലാണ്. അതിനിടയിലാണ് ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ ഖത്തറിലെ US എയർബേസ് കൂടി ഇത്തരത്തിൽ തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിലേക്കൊരു ആക്രമണം ഇറാൻ നടത്തുകയോ ചെയ്യുക എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ഇറാന്റെ ആക്രമണ ഉത്സുകത. അതുകൊണ്ട് തന്നെ ഇറാൻ ഇനിയൊരു തുടർ പരമ്പര തന്നെ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടത്താനുള്ള സാധ്യത തന്നെയാണോ കാണുന്നത്? അതീവ ജാഗ്രതയിൽ തന്നെയാണോ ഇത്തരം മേഖലകളെല്ലാം ഇനിയിപ്പോൾ നിലവിൽ? തീർച്ചയായും മേഖലകളെല്ലാം അതീവ ജാഗ്രതയിൽ തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു സൂചന ഇന്നലെ തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചിലയിടങ്ങളിൽ നിന്ന് അത്രയും സ്ഥിരീകരിക്കാനാകാത്ത വിഷയങ്ങളാണെങ്കിലും അത് പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് കുറെ കൂടി കൃത്യതയാർന്ന ഒരു നീക്കം ഇവർക്ക് അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾക്കെതിരെ ഉണ്ടാവുകയും നേരത്തെ ഇറാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ സ്വത്തുക്കളെ അല്ലെങ്കിൽ ആണവ
സംവിധാനങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ആ ആണവ സംവിധാനങ്ങളെ ആക്രമിക്കുന്നതിനെ തൊട്ടടുത്ത ദിവസം തന്നെ ശക്തമായ ഒരു ആക്രമണം നടത്തുമെന്ന രീതിയിലുള്ള ചില നിലപാടുകൾ ഇറാന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന സംശയമാണ് നിലനിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആക്രമണം നടന്നിരിക്കുന്നു, വലിയൊരു പൊട്ടിത്തെറി അലുതേത വിമാനത്താവളത്തിൽ കേട്ടിരിക്കുന്നു. വിമാനത്താവളം പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ നിയന്ത്രണങ്ങളെല്ലാം നിലനിൽക്കുന്നത് അമേരിക്കയുടെ സൈന്യത്തിന്റെ കയ്യിലാണ്. വളരെ നേരിയ തോതിലുള്ള സിവിലിയൻ സംവിധാനങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. പക്ഷേ ഇത് തന്ത്രപ്രധാനമായ ഒരു മേഖലയായതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ആക്രമണം നടത്താനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നേരെ ആ മേഖലയിൽ സുരക്ഷ ഒരുക്കുന്നതിനും ഇതുപോലുള്ള ആണവ താവളങ്ങൾ വ്യോമത്താവളങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നീക്കം കൃത്യമായി നടത്താനുള്ള ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കാലങ്ങളായി ഉണ്ടായത് ഇത്തരം വെല്ലുവിളികളെ ശരി ഐസൺ തുടരുക. നമുക്കിപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ആശങ്കപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഖത്തർ വ്യോമപാത അടച്ചിരിക്കുന്നു. US എയർബേസ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ വന്നു. വലിയൊരു സ്ഫോടനമുണ്ടായി എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് അപലപനീയം എന്ന് ഖത്തർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇനിയുള്ള തുടർ നീക്കങ്ങൾ എപ്രകാരമായിരിക്കുമെന്നാണ് നമുക്ക് കരുതേണ്ടത്? ബുദ്ധി എന്ന് പറയുന്ന രീതിയിലാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് പൊതുവെ ഒരു സുഹൃത്ത് രാജ്യമായി പരിഗണിക്കാവുന്ന ഖത്തറിന്റെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നത്. അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെ ആക്രമണം എന്ന രീതിയിലാണ് സംസാരം ഉള്ളത്. അത് ഡ്രോണുകൾ, വലിയ തോതിൽ ഡ്രോണുകളുടെ ഒരു കേന്ദ്രീകരണം അവിടെ ഉണ്ടായി എന്ന റിപ്പോർട്ടുകളും വരുന്നു. ഖത്തർ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഖത്തർ വ്യോമപാതകൾ അടയ്ക്കുന്ന ഒരു രംഗം കണ്ടു. ഖത്തറിലാകെ 2 വിമാനത്താവളങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒരു ദോഹ വിമാനത്താവളവും പിന്നെ പഴയ ദോഹ വിമാനത്താവളവും മാത്രമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഫ്ലൈറ്റുകൾ പൊങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. ഇന്ത്യക്കാർ ഏറെ വസിക്കുന്ന ഒരു ഇടമാണ്. കാരണം ഇറാനിൽ യുദ്ധം ഉണ്ടാകുന്നത് പോലെയല്ല ഖത്തറിലോ മറ്റ് GCC രാജ്യങ്ങളിലേക്കോ യുദ്ധം വ്യാപിക്കുന്നത്. ഇതിനെ നമുക്കൊരു സ്പിൽ ഓവർ ഇഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, നാവിക താവളങ്ങളും വ്യോമതാവളങ്ങളും മറ്റ് താവളങ്ങളും വിവിധങ്ങളായ ഇടങ്ങളിലുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ 19 ഇടത്തായി ഉണ്ട്. ഇറാഖിലും ഇറാഖിലും UAE-യിലും സൗദി അറേബ്യയിലും ഒക്കെയായി വലിയ തോതിലുള്ള നാവിക വ്യോമ സാന്നിധ്യം അമേരിക്കയ്ക്കുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഇറാൻ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങളുടെ ടെറിട്ടറിയിലാണ് ഇതെന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ ഖത്തർ ഇന്ന് വളരെ ശക്തമായ പ്രസ്താവനയാണ്, ഇറാന് എതിരെ ശക്തമായ പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല ഇറാൻ വലിയ തോതിലാണ് ഇവിടെ ആക്രമണം നടത്തുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ അമേരിക്കൻ ആക്രമണത്തിന്റെ തോത് 10 മടങ്ങ് വർദ്ധിക്കാനുള്ള കാര്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു ദിസ് ഇസ് എ വൺ ടൈം അറ്റാക്ക്. ആ വൺ ടൈം അറ്റാക്ക് എന്നത് ഇപ്പോൾ കൂടുതൽ അറ്റാക്കിലേക്ക്, കാരണം ഇനിയിപ്പോൾ അടിയും തിരിച്ചടിയുമായി നീങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കൂടുതൽ എസ്കലേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് മാത്രമല്ല ഈ ഖത്തർ എന്ന രാജ്യം പ്രത്യേകിച്ച് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ്. യൂറോപ്പിൽ സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യത്തെ ജനീവ എങ്ങനെയാണോ അതുപോലെയാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ. അവിടെയാണ് പലപ്പോഴും ഐക്യ ചർച്ചകൾക്കായി രാജ്യങ്ങൾ ഒത്തുകൂടുന്നത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിലും ഹമാസിന്റെ പ്രതിനിധികളും ഇസ്രയേലിന്റെ പ്രതിനിധികളും ഒക്കെ വന്ന് ചർച്ച നടത്തുന്ന ഇടമാണ് ഖത്തർ എന്ന് ഓർക്കണം. അതേപോലെ തന്നെ ഇറാനുമായും അടുത്ത ബന്ധം പാലിക്കുന്ന രാജ്യമാണ് ഖത്തർ. എല്ലാ രാജ്യങ്ങളുമായും, പ്രത്യേകിച്ച് അമേരിക്കയുമായും ഇറാനുമായും ഇസ്രയേലുമായും ഹമാസുമായും ഹിസ്ബുള്ളയുമായും ഒക്കെ ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ നിഷ്പക്ഷ ഒരു ടെറിട്ടറിയിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഖത്തറിനെ അല്ല ആക്രമിച്ചത് എന്ന് വേണമെങ്കിൽ ഭംഗിയാന്തരേണ പറയാമെങ്കിൽ പോലും ഖത്തറിന്റെ ടെറിട്ടറിയിൽ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് എന്നത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുകയാണ്. ഖത്തറിൽ ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നു. US വ്യോമത്താവളം കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടന്നിരിക്കുന്നത്. വ്യോമപാത ഖത്തർ ഇപ്പോൾ നിലവിൽ അടച്ചിട്ടുണ്ട്. ഡോക്ടർ PJ വിൻസെന്റിലേക്ക് പോവുകയാണ്. ഡോക്ടർ PJ വിൻസെന്റ്, ഈ ആക്രമണം നമ്മൾ നേരത്തെ മുൻകൂട്ടി പലതവണ കരുതിയിരുന്നതാണ് എങ്കിൽ പോലും ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം ഇറാൻ നടത്തുമ്പോൾ ഇതിന് പിന്നിലുള്ളൊരു സ്ട്രാറ്റജി എന്തായിരിക്കാം ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത്? അതായത് ഈ US മിലിറ്ററി ഇൻസ്റ്റലേഷൻ ഈ അറബ് മേഖല കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് ഇവർ നടത്തുന്ന ഈ സൈനിക താവളങ്ങൾ എപ്പോഴായാലും ഒരു അപകട ഭീഷണി തങ്ങളിൽ നിന്ന് നിരന്തരം സൃഷ്ടിക്കുമെന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ളൊരു ജാഗ്രത അല്ലെങ്കിൽ അത്തരം ഒരു സ്ട്രാറ്റജിയിലേക്കാണോ ഇറാൻ ഇപ്പോൾ കടന്നിരിക്കുന്നത്? ഇറാനെ സംബന്ധിച്ചിടത്തോളം അവര് യുദ്ധമുഖത്താണ്.
അമേരിക്ക അവരുടെ 3 കേന്ദ്രങ്ങൾ നദാൻസിലും ഫർദോവിലും ഇസ്ഫഹാനിലുമുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതോടുകൂടി അമേരിക്ക ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്നാണ് ആയത്തുള്ള അലി ഖമൈനി പറയുന്നത്. അപ്പോൾ തിരിച്ച് അമേരിക്കയുടെ സൈനിക താവളങ്ങളെയും അമേരിക്കൻ സൈനിക ലക്ഷ്യങ്ങളെയും അവര് ആക്രമിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് പ്രഖ്യാപിച്ചതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഇറാൻ അമേരിക്ക യുദ്ധം ഗൾഫ് മേഖലയിൽ ആരംഭിച്ചു. അമേരിക്കൻ സ്ട്രൈക്ക് ഉണ്ടായി, അതിന് റിട്ടാലിയേഷൻ, അതിനുള്ള തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതാണ്. അപ്പം ട്രംപിന്റെ പ്രഖ്യാപനം ഫലവത്തായില്ല എന്ന് സാരം. ട്രംപ് പറയുന്നത് ഈ 3 അക്രമത്തോടു കൂടി ഞങ്ങൾ അവരെ ഒബിലിറ്ററേറ്റഡ് അവരെ നശിപ്പിച്ചു കളഞ്ഞു, ഇനി നമുക്ക് സമാധാന ചർച്ചയാവാം എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇനി എന്തെങ്കിലും തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ കരിച്ചു കളയും എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോ ഏതായാലും ഈ 3 ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചത് കൊണ്ട് യുദ്ധം അവസാനിക്കുന്നില്ല. ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഇറാനും ഇനിയിപ്പോഴുള്ള ഏക ഓപ്ഷൻ എന്നത് ഇസ്രായേലിനും അമേരിക്കയും സംയുക്തമായി ഒരുമിച്ചുള്ള ആക്രമണം ഇറാനെതിരെ നടത്തണം. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ അവിടെ ഏതായാലും ഇറാന്റെ ആരക്സി, അവരുടെ വിദേശ മന്ത്രി അബ്ബാസ് അരഗ്ചി, അദ്ദേഹം പുടിനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. പുടിനും ഇറാനും തമ്മിൽ സൈനിക സഹകരണ കരാറുകളൊന്നും നിലവിലില്ല. ചൈനയും ഇറാനും തമ്മിൽ 1921 സഹകരണ കരാറുണ്ടായെങ്കിലും അത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലും എനർജിയുടെ കാര്യത്തിലും സാങ്കേതികവിദ്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ്. ഒരു സൈനിക സഖ്യം ചൈനയുമായിട്ടും ഇല്ല. ഇത്തരം സാഹചര്യത്തിൽ റഷ്യക്കും ചൈനയ്ക്കും ഇറാൻ അനുകൂലമായി നേരിട്ട് ഇടപെടുക അസാധ്യമാണ്. മാത്രവുമല്ല, നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ റഷ്യക്കും അല്ലെങ്കിൽ ചൈനയ്ക്കും യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അമേരിക്കയോടാണ്. അത്തരം ഒരു സാഹചര്യം ഒരിക്കലും റഷ്യയോ ചൈനയോ സ്വീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നീട് ചെയ്യാവുന്നത് ആയുധം നൽകിയും സാങ്കേതികവിദ്യ നൽകിയും ഈ രാജ്യങ്ങൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് ഇറാനെ സഹായിക്കാൻ സാധിക്കും. അത്തരം ഒരു സഹായം ഒരു പക്ഷേ ഈ യുദ്ധത്തെ കുറച്ചുകൂടെ പ്രൊലോങ് ചെയ്തേക്കാം. പക്ഷേ സമഗ്രമായ ഉപരോധം നിലനിൽക്കുന്നത് കൊണ്ട് എത്ര കാലം ഇറാനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ആ രാജ്യത്തിലൊരു പട്ടാളം ഇറങ്ങി, കരസൈന്യം ഇറങ്ങി ആ രാജ്യത്തെ നിയന്ത്രണത്തിലാക്കുവാനോ അല്ലെങ്കിൽ അവിടെ ഭരണമാറ്റം ഉണ്ടാക്കുവാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഈ ആക്രമണങ്ങളുടെ ഫലമായി ഉണ്ടായ നാശനഷ്ടങ്ങൾ, ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതം, പിന്നെ സമ്പൂർണമായ ഉപരോധം സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതിനെയൊന്നും മറികടക്കാൻ 9 കോടി മനുഷ്യരുടെ ആ രാജ്യത്തിന് കഴിയില്ല. അതിനുള്ള വിഭവങ്ങളുമില്ല. അപ്പൊ ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാല് ഒരു രാജ്യം എന്ന നിലയിൽ അത് തകർന്നടിയും, അവിടുത്തെ ജനങ്ങൾ തീരാ ദുരിതത്തിലേക്ക് നിപതിക്കും. അതുകൊണ്ട് കൂടുതൽ വിപുലമായ ഒരു യുദ്ധത്തിലേക്ക് പോകാതെ യഥാർത്ഥത്തിൽ ചർച്ചാ ടേബിളിലേക്ക് മടങ്ങി വന്ന് ഈ വിഷയം ഒരു പരിഹാരം ഇതിനുണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് ഇറാന്. പക്ഷേ ഡോക്ടർ പി ജെ വിൻസെന്റ്, അതിന് ആര് മുൻകൈ എടുക്കും എന്നുള്ളത് തന്നെയല്ലേ? കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി റഷ്യ ഒരു അനുകൂല നിലപാട് ഇറാനുമേൽ സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആണവ കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അമേരിക്ക മുന്നിട്ടിറങ്ങിയത്. ഇസ്രായേലിന്റെയും ദൗത്യം അതുതന്നെയായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ കനത്ത തിരിച്ചടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഓരോ ദിവസവും ഇറാൻ ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയും ഏറ്റവും ഒടുവിലായി ഖത്തറിലെ US എയർബേസ് തകർക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒരു സ്ഫോടനം സൃഷ്ടിക്കുകയും ചെയ്തതിലൂടെ ഒരു ഭീഷണിയുടെ സ്വരം ഇറാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു നയതന്ത്ര തലത്തിലേക്ക് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരിടപെടൽ നടത്തും എന്നാണ്. ഈ നിലവിലിപ്പോൾ US-ന്റെ അല്ലെങ്കിൽ അവരുടെ സൈനിക താവളമാണ് ഇത് അല്ലെങ്കിൽ മിസൈൽ ആക്രമിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് ഇറാൻ വാദിക്കുമ്പോഴും അത് ഖത്തറിന്മേലുള്ള ഒരു കടന്നുകയറ്റമാണ്. ഖത്തറിന്റെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എത്ര ഇത് തടയിടാൻ കഴിയുമെന്നുള്ളതുമാണ്. അതുകൊണ്ട് ഒരു നയതന്ത്ര തലത്തിലേക്കുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ ഇനി വഴിതെളിക്കാൻ ആര് മുൻകൈ എടുക്കും എന്നുള്ളതും ഒരു ചോദ്യമായി അവശേഷിക്കുകയല്ലേ? തീർച്ചയായിട്ടും താങ്കൾ ഉന്നയിച്ച ചോദ്യം തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആര് ഇതിന് മുൻകൈ എടുക്കും ഒരു നയതന്ത്ര ചർച്ചയ്ക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് കഴിഞ്ഞ 13-ാം തീയതിയാണ്. 15-ാം തീയതി വിറ്റ്കോഫിന്റെ മധ്യസ്ഥതയിൽ 6ാം വട്ട ചർച്ച ഇറാനുമായി നടക്കാനിരിക്കെയാണ് 2 ദിവസം മുമ്പ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. പക്ഷേ ഈ ചർച്ചകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറാൻ അതിന്റെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്.
ഇപ്പൊ 2015 ഉണ്ടാക്കിയിട്ടുള്ള P5+1 കരാറിന്റെ ഭാഗമായിട്ടുള്ള യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയ കുറച്ചു കൊണ്ടുവരികയും നിർത്തിവെക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ഒരു ധാരണയും ഇറാൻ പാലിച്ചിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോ നയതന്ത്ര ചർച്ചകളിലൂടെ ഞങ്ങൾ അന്താരാഷ്ട്ര IAEA അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിയമങ്ങളെല്ലാം അപ്പടി അനുസരിച്ചോളാം എന്ന് പറയുമ്പോൾ പോലും അവര് ഈ യുറേനിയം സമ്പുഷ്ടീകരണം അടക്കമുള്ള കാര്യങ്ങൾ വളരെ തകൃതിയായി നടത്തിയിരുന്നു എന്നതിന്റെ വിവരങ്ങളാണല്ലോ നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അവര് 20% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൽ നിന്ന് 2021-നും 2023-നും ഇടയിലാണ് 60% യുറേനിയത്തിന്റെ എൻറിച്ച്മെന്റ് അവർ എത്തിയത്. അപ്പൊ 20% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഐസോട്ടോപ്പ് U-235 സമാധാനപരമായ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുക. 5% സമ്പുഷ്ടീകരിച്ചത് ഊർജ്ജ ഉൽപാദനത്തിന് അത് മതി. 20% വരെയുള്ളത് ആണ് വൈദ്യശാസ്ത്ര ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ളത് സ്വാഭാവികമായിട്ടും ആയുധം ഉണ്ടാക്കാനല്ലാതെ മറ്റൊരു ഉപയോഗവുമില്ല. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ഏകപക്ഷീയമായി എഴുതി ഉണ്ടാക്കിയിട്ടുള്ള കരാറാണ്. നിങ്ങൾ പൂർണ്ണമായും ഇത് അടയ്ക്കണം. ആണവ റിയാക്ടറുകളും യുറേനിയം എൻറിച്ച്മെന്റ് ഫെസിലിറ്റികളും ടെഹ്റാനിലുള്ള ന്യൂക്ലിയർ റിസർച്ച് സെന്റർ അടക്കമുള്ളത് പൂർണ്ണമായും അടച്ചുപൂട്ടണം, അവസാനിപ്പിക്കണം. അത് ഇറാന് സ്വീകാര്യമല്ല. ഇതാണ് ചർച്ച തടസ്സപ്പെട്ടതിന് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇനി അതിലുള്ള ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാന്റെ ആണവായുധത്തെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ആ ആണവ കേന്ദ്രങ്ങൾ ആണവായുധം ആർജിക്കുന്നത് തടയുക എന്നല്ലാതെ ഇസ്രായേലിന് അതിജീവിക്കാൻ മറ്റു മാർഗമില്ല. ഇങ്ങനെ ഒരു ഡെഡ് ലോക്കിൽ വന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ 13-ാം തീയതി ഇസ്രായേൽ ആക്രമണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് വളരെയധികം പരിമിതികളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും നീക്കോ ഞാറ്റ എന്ന് പറഞ്ഞാൽ നിന്നെയും കൊന്ന് ഞാനും ചാകും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകൾ മരണപ്പെടുകയും നിരന്തരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒട്ടും അഭിലഷണീയമല്ലല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയുള്ളത് ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ കയ്യിൽ 50 മുതൽ 80 വരെ ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ളത് ലോകം അംഗീകരിച്ച കാര്യമാണ്. 9 രാജ്യങ്ങൾ ആണവ രാജ്യങ്ങളുള്ളതിൽ 5 രാജ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും നോർത്ത് കൊറിയയും ഇസ്രായേലുമാണ്. ഇറാൻ ആകട്ടെ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ 408 കിലോ ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് 90% സമ്പുഷ്ടീകരിച്ച് വെപ്പൺ ഗ്രേഡിലേക്കാക്കാൻ 9-10 ദിവസം മതി എന്നാണ് ഈ മേഖലയിലുള്ള ശാസ്ത്രജ്ഞർ പോലും നൽകുന്ന മുന്നറിയിപ്പ്. അങ്ങനെ വരുമ്പോൾ ഇറാനും അതിവേഗം ഈ സൗകര്യങ്ങളെല്ലാം പൂർണ്ണമായി തകർക്കപ്പെട്ടില്ല എങ്കിൽ അവർക്ക് അണുവായുധം ഉണ്ടാക്കാനൊന്നും അധികം സമയം വേണ്ട എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള സങ്കടകരമായ വസ്തുത. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം ഈ രൂപത്തിലൊക്കെ പോകുമ്പോൾ ഒരു ആണവ യുദ്ധത്തിന്റെ ഭീഷണി കൂടി ലോക ജനതയുടെ മുന്നിൽ വരികയാണ്. അതുകൊണ്ട് നയതന്ത്ര പരിഹാരമല്ലാതെ വേറൊരു പരിഹാരമില്ല. അതല്ലെങ്കിൽ മ്യൂച്വലി എൻഷുവർഡ് ഡിസ്ട്രക്ഷൻ ആയിരിക്കും. സ്വയം തീരുമാനിച്ച് സർവനാശത്തിലേക്കായിരിക്കും പോവുക. അത് വലിയ നാശമുണ്ടായി ഇറാനായിരിക്കും. പക്ഷേ അതിന് സമാന്തരമായി ഇസ്രായേലിനും വലിയ ദുരന്തങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇതാണ് അതിലൊരു സാഹചര്യം. അതെ, വളരെ നന്ദി ഡോക്ടർ PJ വിൻസെന്റ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. UAE-യിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ഷിൻസ് സെബാസ്റ്റ്യൻ കൂടി ചേരുകയാണ്. ഷിൻസ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവിടുത്തെ സാഹചര്യം വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഈ മിസൈലുകളെയൊക്കെ പ്രതിരോധ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ തകർത്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്നുള്ളത് വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഷിൻസ് കേൾക്കാൻ കഴിയുന്നില്ല. കേൾക്കാമോ? കേൾക്കാം ഷിൻസ്, പറയൂ.
രോഹിണി, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ വെച്ചിട്ട് മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലിനെ തകർത്തിട്ടുണ്ടെങ്കിലും മിസൈലുകൾ പതിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുന്ന് വരുന്ന വീഡിയോ ദൃശ്യങ്ങൾ, സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ പതിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ദൃക്സാക്ഷികളും ശക്തമായ ശബ്ദവും തീജാലകളും കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം പ്രതിരോധിച്ചു അല്ലെങ്കിൽ ആർക്ക് ആൾനാശം ഉണ്ടായി എന്ന കാര്യങ്ങൾ അറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഉടൻ തന്നെ അതിനെപ്പറ്റി അറിയാൻ സാധിക്കും. എന്നാലും മിസൈൽ പതിച്ചിട്ടുണ്ട്, ഖത്തറിന്റെ ഭൂമിയിൽ മിസൈൽ പതിച്ചിട്ടുണ്ടെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഖത്തർ എയർ സ്പേസ് അടച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള വിമാനങ്ങളും അവിടെ നിന്നുള്ള വിമാനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് UAE-യും എയർ സ്പേസ് അടച്ചു എന്ന് ഉള്ള വിവരം വരുന്നുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. ഫ്ലൈറ്റ് റഡാർ പോലുള്ള സോഫ്റ്റ് ഇതുകളാണ്, ഫ്ലൈറ്റ് റഡാർ പോലുള്ള ആപ്പുകളിൽ കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ UAE-യുടെ എയർ സ്പേസിൽ വിമാനങ്ങൾ ഒന്നുമില്ല എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ മധ്യേഷ്യ ഇപ്പോൾ ആകെ ഇതിലാണ്, ആകെ നല്ലൊരു പ്രതിസന്ധിയിൽ അല്ലെ ആശങ്കയിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ എല്ലാവരും ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു ആക്രമണം ഉണ്ടാകുമോ? ഇപ്പൊ ഖത്തറിൽ ആക്രമണം ഉണ്ടായി, ഇനി UAE അല്ലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഭീതിയിലാണ്. US-ന്റെ എയർബേസുകൾ നേരത്തെ തന്നെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ 19 ഇടത്തായിട്ട് മിഡിൽ ഈസ്റ്റ് 19 ഇടത്തുണ്ട് എയർബേസുകൾ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ രാജ്യത്തുള്ളവരും ഭീതിയിലാണ്, ഇങ്ങോട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ. എന്നാലും ജനങ്ങൾ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഔദ്യോഗികമായ അറിയിപ്പുകൾ വരുന്നത്, രോഹിണി. പക്ഷേ ഷിൻസ്, ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. ബഹ്റൈനിലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇറാൻ ഒരു തീക്കളിയിലേക്ക് നീങ്ങുമ്പോൾ ഒരുപക്ഷെ ഇനിയും തുടരാക്രമണം ഉണ്ടാകും എന്നുള്ളൊരു ഭയാശങ്ക ഇപ്പോൾ നിഴലിക്കുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ എത്രത്തോളം വഷളാകുകയാണ്? തീർച്ചയായും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ബഹ്റൈനിലാണെങ്കിൽ ബഹ്റൈനിലെ സ്കൂളുകളിൽ വിദൂര പഠനം ആക്കിയിരുന്നു. സർക്കാർ ജീവനക്കാർക്ക്, അതായത് 70% സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ആക്കിയിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഏതൊരു സമയത്തും ഇറാൻ പോലുള്ള രാജ്യത്തു നിന്ന് ഒരു എന്താ പറയാ സുഹൃത്ത് രാഷ്ട്രത്തോടോ അല്ലെ ശത്രുരാഷ്ട്രത്തോടോ എന്ന് വേർതിരിവില്ലാതെ അവർക്ക് ആ സമയത്ത് തോന്നുന്ന ഒരു അക്രമം അല്ലെ അവർ ആപ്പ് എടുക്കുന്ന ഒരു ഡിസിഷനാണ് അവരുടെ തീരുമാനങ്ങൾ. ആ ഡിസിഷനിൽ പുറത്താണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ, അങ്ങനെയുള്ളവർ ആശങ്കകൾ പങ്കുവെച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ എന്തൊക്കെ മുൻകരുതൽ സ്വീകരിച്ചാലും എപ്പോൾ വേണമെങ്കിലും ഒരു അക്രമം ഉണ്ടാകാമെന്നൊരു ആശങ്കയുണ്ട്. എന്നാൽ ഗവൺമെന്റ്, നമ്മളിപ്പോൾ തീർച്ചയായും ഗവൺമെന്റ് അതോറിറ്റികളെ വിശ്വാസത്തിൽ എടുക്കണം. അവർ പറയുന്നത് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അധിക പരിഭ്രാന്തികൾ ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഖത്തറിലുണ്ടായ മിസൈൽ ആക്രമണം ആൾക്കാർക്കിടയിൽ ചെറിയ തോതിൽ എങ്കിലും പരിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എയർ സ്പേസ്. ഇപ്പം നാട്ടിലേക്ക് പോകാനൊക്കെ തയ്യാറെടുത്തിരിക്കുന്നവരുടെ യാത്രകളെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ, UAE-യോടൊപ്പം തന്നെ ജോർദാൻ, കുവൈറ്റ്, സൗദി തുടങ്ങിയ രാജ്യങ്ങളും എയർ സ്പേസ് അടച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണമില്ലെങ്കിലും. അപ്പോൾ കൂടുതൽ ജാഗ്രതയിലേക്ക്, അല്ലെങ്കിൽ തങ്ങളുടെ പൗരന്മാരെയും ഇവിടെയുള്ള താമസക്കാരെ സുരക്ഷിതരാക്കാനുള്ള കാര്യങ്ങളിലേക്ക് രാജ്യങ്ങൾ കടന്നിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഇനി കൂടുതൽ കർശന നിർദ്ദേശങ്ങളും കടുത്ത തീരുമാനങ്ങളും എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു, രോഹിണി. അതെ ഷിൻസ്, തുടരുക ദയവായി. നമ്മളോടൊപ്പം ഐസൺ ജോസ് കൂടി ചേരുന്നുണ്ട്. ഐസൺ, ഇപ്പോൾ നിലവിൽ വലിയ രീതിയിലുള്ളൊരു സംഘർഷ സാഹചര്യമുണ്ട്, മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഇറാൻ നീങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയുടെ ഒരു തുടർ നടപടി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നിലവിൽ അവർ ഇതിനെ അവർക്കെതിരെയുള്ള ഒരു ആക്രമണമായി തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുമോ, അതോ ഇതിന്മേലൊരു ചർച്ചയ്ക്കോ നയതന്ത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില ചർച്ചകൾക്കോ സമവായങ്ങൾക്കോ ഒക്കെ നീങ്ങാനുള്ള സാഹചര്യം കാണുന്നുണ്ടോ? കാരണം കാര്യങ്ങൾ ഇങ്ങനെ വഷളായി നീങ്ങുകയാണല്ലോ ഓരോ മണിക്കൂറിലും. രോഹിണി, തീർച്ചയായും യുദ്ധം കാക്ഷിക്കുന്നില്ല എന്നൊരു നിലപാടാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഹെക്സത്തിന്റെ വാർത്താ സമ്മേളനത്തിലെല്ലാം തന്നെ അത്തരത്തിൽ തന്നെയാണ് നിലപാടുകൾ അറിയിച്ചത്. യുദ്ധം ആഗ്രഹിക്കുന്നില്ല, സമാധാനത്തിന്റെ വഴിയാണ് ആഗ്രഹിക്കുന്നത്. എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നും അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ ഇന്നലെ ഹെക്സ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ നിലപാട് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇനി ആക്രമണം വീണ്ടും തുടരാനുള്ള സാധ്യത തന്നെയുണ്ട്. തങ്ങളുടെ
തങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ ആക്രമണം ഉണ്ടായാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന ഒരു നിലപാട് വളരെ കൃത്യമായി അമേരിക്ക ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ സഹകരണത്തോടെ ഖത്തറിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ തന്നെ നിയന്ത്രണമുള്ള ഒരു സൈനിക താവളത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അമേരിക്ക ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയൊരു പ്രത്യാക്രമണം ഇന്ന് രാത്രി തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. B-2 ബോംബറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് മെഡിറ്ററേനിയനിലും അതുപോലെ തന്നെ ഈ മേഖലകളിലും ഇറാന്റെ പരിസര മേഖലകളിലും എല്ലാം തന്നെ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ അതിശക്തമായ ആക്രമണം തിരിച്ചും നടത്താനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി നമ്മൾ യുക്തിഭദ്രമായി ചിന്തിക്കുമ്പോൾ നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ വീണ്ടും ഈ സമാധാന ചർച്ചകളിൽ നിന്നും മാറി കർശനമായ നടപടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് ഇന്നലെ വളരെ കൃത്യമായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വിശദീകരണങ്ങൾ വന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് പോലും സമാന രീതിയിലുള്ള വിശദീകരണങ്ങൾ വരികയും അത് സ്ഥാപിക്കപ്പെടുന്ന രീതിയിൽ പീറ്റ് ഹെഗ്സത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആക്രമണം അതിശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ഇനിയും ആക്രമണം ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഖത്തറിനെ ആക്രമിച്ച നിലയ്ക്ക്, ഒരു വിമാനത്താവളത്തെ ആക്രമിച്ച നിലയ്ക്ക് തീർച്ചയായും അമേരിക്കയുടെ മുകളിലാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. അത്തരത്തിൽ അമേരിക്കയുടെ ആസ്തികളിൽ ആക്രമണം നടന്നൊരു പശ്ചാത്തലത്തിൽ കടുത്ത തിരിച്ചടി നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ വഴിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി അമേരിക്ക തങ്ങളുടെ ആസ്തികളെ അല്ലെങ്കിൽ തങ്ങളുടെ സംവിധാനങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്ക തുടങ്ങിയ ഈ ആക്രമണം തുടങ്ങിയ സാഹചര്യത്തിൽ, ഇറാൻ ആക്രമണം തുടങ്ങിയ അതേ സാഹചര്യത്തിൽ തന്നെ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് പ്രസിഡന്റ് തന്നെയാണ് ഈ മറുപടി നൽകിയതെങ്കിൽ ഇന്നലെ പ്രതിരോധ സെക്രട്ടറിയും ഇതേ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശക്തമായ ആക്രമണം ഇനി ഉണ്ടാകുകയും ചെയ്യും. ഇറാനെതിരെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. അത് ഇസ്രായേൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നതിനപ്പുറം അമേരിക്കയുടെ സ്വത്തുക്കളും അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളും തകർക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇറാൻ പോകുമ്പോൾ അതിനുള്ള ഒരു പ്രതിരോധം കൂടിയും അതുപോലെ തന്നെ അതിനുള്ള മറുപടിയായി തന്നെ അതിനെ കണക്കാക്കാനും സാധിക്കും. രോഹിണി, ഐസൻ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അതായത് അമേരിക്കയുടെ ആക്രമണം ഇറാന് നേരെ അതിശക്തമായി ഉണ്ടായപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തു. ഇനി അടുത്ത ഖത്തറിൻ്റെ നീക്കം US സൈനിക താവളങ്ങളുള്ള മറ്റു രാഷ്ട്രങ്ങളിലേക്കാകുമോ, അറബ് രാഷ്ട്രങ്ങളിലേക്കാകുമോ എന്ന്. ഇപ്പോൾ ഇറാൻ പറയുന്നു ഞങ്ങളുടെ സൗഹൃദ രാഷ്ട്രമാണ് ഖത്തർ. അതേസമയം ഖത്തറിലെ US സൈനിക താവളം ലക്ഷ്യമാക്കുകയും ചെയ്യുന്നു. ഇറാൻ്റെ സ്ട്രാറ്റജി എന്താണ് പുതിയത്? കൃഷ്ണരാജ്, ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പ്രത്യാക്രമണം നടത്തുക, കടുത്ത ഒരു ആക്രമണം നടത്തി അത് നേരത്തെ നടന്ന ആക്രമണങ്ങൾക്ക് ഒരു പ്രതികാരം ചെയ്യുക എന്നത് തന്നെയാണ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നത്. അതിനെ നേരിട്ട് കണ്ടെത്തിയത് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ആക്രമണം സാധ്യമാക്കുന്നത് ഖത്തറിലെ തന്നെ ഈ വ്യോമത്താവളത്തെയാണ് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. മറ്റൊരു പ്രധാന ഘടകം കൂടിയുള്ളത്, ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടി ഇനിയും ശക്തമായി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം നടത്തുക ഈ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന് തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തീർച്ചയായും ഇത്തരമൊരു നീക്കത്തിനെ ഈ വിമാനത്താവളം തന്നെ തിരഞ്ഞെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്കറിയാവുന്നതാണ് ഈ പ്രശ്നം, അതായത് ന്യായീകരിക്കാനാവാത്തൊരു വീഴ്ചയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്, അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് ഇറാനെതിരെ ഉണ്ടാകുന്നത് എന്ന നിലപാട് അല്പസമയം മുമ്പ്, ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് പുടിൻ പ്രഖ്യാപിക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അവിടെ എത്തുകയും റഷ്യയിലെത്തുകയും റഷ്യയിൽ തുടർ ചർച്ചകൾ നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്.